ശരിക്കും ആർ എസ് എസിനെ അമേരിക്ക ബാൻ ചെയ്തോ? അല്ല, അതിന് ഈ ആർ എസ് എസ് അമേരിക്കയിൽ ഉണ്ടോ എന്ന് ചിന്തിക്കുന്നുണ്ടാവും അല്ലേ? ഇനി ആർ എസ് എസിനെ അമേരിക്കയിൽ ബാൻ ചെയ്യുന്നത് ആരാണ് എന്ന് നമ്മൾ ആലോചിക്കുന്നുണ്ട്. ആർ എസ് എസ് മാത്രമല്ല, ആർ എസ് എസിന്റെ കൂടെ RAW റോനെ കൂടെ അമേരിക്കയിൽ ബാൻ ചെയ്യണം എന്നാണ് അമേരിക്കയിലെ വലിയൊരു വിഭാഗം പറയുന്നത്. ഇനി ഇതൊക്കെ കേട്ടിട്ട് ട്രംപ് ഇതിനൊക്കെ സമ്മതിക്കുമോ? മോദിയുടെ ഗുഡ് ഫ്രണ്ടൊക്കെ അല്ലായിരുന്നു ഒരു കാലത്ത് എന്നുള്ളതും നമ്മൾ കുറേ പേര് ചിന്തിക്കുന്നുണ്ട്. ഇനി ആർ എസ് എസിന് അമേരിക്കയിൽ നിരോധിച്ചുകൊണ്ട് ആർക്കാ അവിടെ പ്രശ്നം അല്ലേ? അതെന്താ, ആർ എസ് എസിന് കൊമ്പുണ്ടോ? അമേരിക്കയിൽ നിരോധിക്കാൻ പാടില്ല അവർക്കെന്താ കൊമ്പുണ്ടോ? കഴിഞ്ഞ ദിവസം നമ്മൾ ന്യൂസ് കണ്ടു അല്ലേ, ആർ എസ് എസിനെയും RAW റോനെയും അമേരിക്കയിൽ നിരോധിക്കണം എന്നും പറഞ്ഞിട്ടുള്ള ഒരു ആവശ്യം, അല്ലെങ്കിൽ അത് അമേരിക്കൻ വിദേശകാര്യ വകുപ്പിന്റെ അടുത്തോട്ട് അല്ലെങ്കിൽ സെനറ്റിലോട്ട് എത്തും എന്നുള്ള ചില ന്യൂസുകളൊക്കെ കണ്ട്. ഇത് കണ്ടപ്പോൾ മുതൽ സംഘികൾ ആലോചിക്കുന്നുണ്ട്, ആരടാ ഞങ്ങളെ തൊടാൻ, ആർ എസ് എസിനെ തൊടാൻ അമേരിക്കയിൽ ആരടാ ഇരിക്കുന്നത് എന്നുള്ള പല ചിന്തകളും സംഘികളുടെ മനസ്സിൽ വന്നിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ നടക്കുന്നത് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. US കമ്മീഷൻ ഓൺ ഇന്റർനാഷണൽ റിലീജിയസ് ഫ്രീഡം എന്നും പറഞ്ഞിട്ടുള്ള അമേരിക്കയിലുള്ള ഒരു സ്വതന്ത്ര സംഘടന ഗ്രൂപ്പാണ് ഇങ്ങനെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുള്ളത്. അതായത് ആർ എസ് എസിനെയും RAW അമേരിക്കയിൽ നിരോധിച്ച് കളയണം എന്നാണ് പറഞ്ഞത്. അതുമാത്രമല്ല, അവർ വേറെ കുറേ കാര്യങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇതിനുള്ള കാരണം എന്താണെന്നുള്ളതാണ് ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം. മതസ്വാതന്ത്ര്യത്തിന്റെ ലംഘനം ഏറ്റവും കൂടുതൽ നടക്കുന്ന രാജ്യമായിട്ട് മാറിയിട്ടുണ്ട് നമ്മുടെ ജനാധിപത്യ ഇന്ത്യ. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായിട്ടുള്ള ഇന്ത്യയിൽ മതസ്വാതന്ത്ര്യത്തിനെതിരെയായിട്ടുള്ള ഒരുപാട് ലംഘനങ്ങൾ നടക്കുന്നുണ്ടെന്നാണ് അവരുടെ കണ്ടെത്തൽ. അവർ കണ്ടുപിടിച്ചിട്ടുള്ളത് നമ്മുടെ ഈ പള്ളികൾ നശിപ്പിക്കുന്നത്, അതായത് ചർച്ചുകൾ പൊളിക്കുന്നത്. ഇപ്പോൾ ഒരു ക്രിസ്ത്യൻ ഒരു പ്രോഗ്രാം, ഒരു ക്രിസ്മസ് പോലത്തെ പ്രോഗ്രാം വരുന്ന സമയത്ത്, ഈസ്റ്റർ വരുന്ന സമയത്ത്, ഈവൻ ന്യൂ ഇയർ വരെ ക്രിസ്ത്യൻ പ്രോഗ്രാമാണെന്നും പറഞ്ഞിട്ട് നമ്മുടെ നാട്ടിൽ RSSന്റെ പോഷക സംഘടനയായിട്ട് കാണുന്ന സകല ചാണക സംഘടനകളും കാണിക്കുന്ന കൊള്ളരുതായ്മയാണ് ഒരു കാര്യം അവർ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഇനി ഇവിടെ ഈ ക്രിസ്ത്യാനിറ്റിക്ക് നേരെയുള്ളത് മാത്രമല്ല, മുസ്ലിങ്ങൾക്കെതിരെയുള്ള പ്രവർത്തനങ്ങളും കൂടെ അവരതിൽ എടുത്തു പറയുന്നുണ്ട്. ഇനി അത് മാത്രമല്ല, ഈ CAA, NRC, പിന്നെ UAPA എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇവിടെ ഇങ്ങനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ അത്തരത്തിലുള്ള ഗവൺമെന്റ് തന്നെ കയ്യിൽ നിന്ന് എടുത്തിട്ട് ഇമാതിരി പരിപാടികളോടെ കാണിക്കുന്നുണ്ട്. അപ്പം അതൊരിക്കലും, അല്ലെങ്കിൽ ഒരു മതസൗഹാർദ്ദത്തിൽ പോകുന്ന രാജ്യമല്ല ഇന്ത്യ. അവിടുത്തെ ഗവൺമെന്റ് തന്നെ, ആ ഗവൺമെന്റിനെ തീറ്റിപ്പോറ്റുന്ന, അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ മേലുള്ള ഗവൺമെന്റ് ആയിട്ടുള്ള RSS ആണ് ഇതിൻ്റെയൊക്കെ പിന്നിൽ. അതുകൊണ്ട് RSSനെ പോലത്തെ ഒരു സംഘടന ഇനി അമേരിക്കയിൽ വേണ്ട. ഇതാണ് ഈ പറഞ്ഞ USCIRFന്റെ ശുപാർശ. അതുമാത്രമല്ല, പല സംസ്ഥാനങ്ങളിലും മതം പരിവർത്തനം വേണം, ഒരാൾക്ക് മതം മാറണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിനെതിരെയുള്ള നിയമങ്ങൾ വരെ ഇന്ത്യയിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ അസാമിലും UPയിലും അവിടെയും ഇവിടെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, ഛത്തീസ്ഗഡിലും ഒക്കെ അല്ലേ? അപ്പോൾ ഇത്തരത്തിലുള്ള നിയമങ്ങളൊക്കെ ഇന്ത്യയിൽ അടിച്ചേൽപ്പിക്കുന്നുണ്ട്. ഒരാളുടെ സ്വതന്ത്ര താല്പര്യമാണ്, മതം മാറണോ വേണ്ടേ, ഇവിടെ പോകണം, പള്ളിയിൽ പോകണോ, അമ്പലത്തിൽ പോകണോ, ചർച്ചിൽ പോകണോ എന്നുള്ളത്. ഇതിനൊക്കെ എതിരെ നിൽക്കുന്ന ഒരു പാർട്ടി അല്ലെങ്കിൽ ഒരു സംഘടനയായി മാറിയിട്ടുണ്ട് RSS. അതുകൊണ്ട് RSS അമേരിക്കയിലും വേണ്ട എന്നാണ് ഇവരുടെ ഒരു തീരുമാനം. ഇനി അത് മാത്രമല്ല, ഇന്ത്യയിലെ മതസ്വാതന്ത്ര്യം മെച്ചപ്പെട്ടിട്ടില്ലെങ്കിൽ ഇന്ത്യക്ക് കൊടുക്കുന്ന ആയുധങ്ങൾ വരെ നിർത്തണം. അതായത് ആയുധ കച്ചവടം ഇന്ത്യയുമായിട്ട് പാടില്ല എന്നും കൂടെ ഇവരുടെ ഈ ഒരു പ്രസ്താവനയിൽ അവർ പറഞ്ഞിട്ടുണ്ട്. സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ, അവർ വെറുതെ ഒന്നും പറഞ്ഞു പോയ കാര്യങ്ങളല്ല. ഇന്ത്യയിൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട്, വെറുതെ 11 വർഷങ്ങളായിട്ട് നടക്കുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ടാണ് അവർ പറഞ്ഞത്. അതുകൊണ്ട് ഇന്ത്യയുമായിട്ടുള്ള ഒരു പരിപാടികൾ ഇനി വേണ്ട ട്രംപ്, അല്ലെങ്കിൽ നമുക്ക് വേണ്ട അമേരിക്ക എന്നാണ് ഈ ഒരു സംഘടന അമേരിക്കയിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി അത് മാത്രമല്ല, ഇന്ത്യക്ക് CPC പദവി കൂടെ കൊടുക്കണം എന്നാണ് പറഞ്ഞത്. ഈ പദവി എന്താണെന്ന് നിങ്ങൾക്ക് വേണ്ട, അതായത് ചില രാജ്യങ്ങളുണ്ട് അല്ലേ, അതായത് ഇപ്പോൾ കൺട്രീസ് ഓഫ് പെർട്ടിക്കുലർ കൺസേൺ, അതായത് ചില പ്രത്യേക കൺസേൺ, അതായത് ആ രാജ്യങ്ങളുടെ കാര്യം പറഞ്ഞാൽ അവിടെ അങ്ങനത്തെ എല്ലാ പ്രശ്നങ്ങളും ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ രാജ്യങ്ങളുടെ ഒരു പദവി ഉണ്ട്, CPC രാജ്യങ്ങൾ. ആ രാജ്യങ്ങളുടെ കൂട്ടത്തിലോട്ട് ഇന്ത്യനും കൂടെ എഴുതി തള്ളണം എന്നാണ് ഈ സംഘടന പറഞ്ഞിട്ടുള്ളത്. അതായത് ചൈന, വടക്കൻ കൊറിയ, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ഇങ്ങനത്തെ രാജ്യങ്ങളൊക്കെ, അതായത് ഇവിടെ എപ്പോഴും പ്രശ്നങ്ങളും അതുമാണ്, മതത്തിൻ്റെ പേരിലും അല്ലാത്തതിൻ്റെ പേരിലും ഒരു സ്വേച്ഛാധിപത്യപരമായിട്ടുള്ള ചിന്തകളും ഒക്കെയാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ അതുപോലത്തെ രാജ്യങ്ങളുടെ പട്ടികയിലോട്ട് ഇന്ത്യനെ മാറ്റണം എന്നാണ് ഈ സംഘടന അമേരിക്കയിലെ പാർലമെന്റിലോട്ട് ശുപാർശ ചെയ്തിട്ടുള്ളൊരു കാര്യം. ഇനി ഇതൊക്കെ പറയാൻ ഈ സംഘടന ആരാന്നുള്ളത് നമ്മൾ നോക്കണം. അതായത് USCIRF എന്ന് പറഞ്ഞ സംഘടന 1998 ഇന്റർനാഷണൽ റിലീജിയസ് ഫ്രീഡം ആക്ട് പ്രകാരം സ്ഥാപിതമായിട്ടുള്ള ഒരു സ്വതന്ത്ര അമേരിക്കൻ ഫെഡറൽ ബോഡിയാണ് ഇവർ. ഇതിൻ്റെ നിയമപരമായിട്ടുള്ള ശുപാർശകൾ നൽകാൻ ഇവരെ കൊണ്ട് പറ്റും. ഇനി ഈ ഉപരോധങ്ങൾ, ഇവർ പറയുന്ന ഉപരോധങ്ങളും കാര്യങ്ങളൊക്കെ ഏർപ്പെടുത്തണമെങ്കിൽ അതിൻ്റെ അന്തിമ തീരുമാനം എടുക്കേണ്ടത് അമേരിക്കൻ വിദേശകാര്യ വകുപ്പാണ്, സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻ്റ് ആണ് ഇതിൻ്റെ അന്തിമ തീരുമാനങ്ങൾ എടുക്കേണ്ടത്. അപ്പം സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിനാണ് ഇവരുടെ ഈ ഒരു ഫെഡറൽ ബോഡി ഈ ഡീറ്റെയിൽസ് മൊത്തം കൈമാറിയിട്ടുള്ളത്. ഇതിനു മുമ്പും അവർ ഇങ്ങനത്തെ ചില കാര്യങ്ങളൊക്കെ കൺസേൺ ഒക്കെ പറഞ്ഞ് കൈമാറാറുണ്ട്. ഇനി ഇന്ത്യയുടെ പ്രതികരണമാണ് ഏറ്റവും രസം. നമുക്കത് പറയുന്നതിൻ്റെ മുമ്പ് RSS എന്താണ്, ഇപ്പം അമേരിക്കയിൽ RSSന് നിങ്ങൾ എന്തിനാ അങ്ങനെ പറയുന്നത്? RSS ഉണ്ടോ അമേരിക്കയിൽ? അത് നമ്മുടെ ഇന്ത്യയിൽ മാത്രമല്ലേ ഉള്ളൂ ഹിന്ദുവിനെ ഉണർത്താൻ വേണ്ടിയിട്ട് നിൽക്കുന്നതെന്നുള്ള ചിന്ത ഉണ്ട്. പക്ഷെ അങ്ങനെയല്ല, RSS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയിൽ ഉണ്ട്. അമേരിക്കയിൽ വളരെ ശക്തമായിട്ടുണ്ട്. RSSന് ഇവിടെ
മെമ്പർഷിപ്പും കാര്യങ്ങളും പേരും ഒന്നും ഇല്ലെങ്കിലും ആ ഒരു അടിവേരിൽ അല്ലെങ്കിൽ ഒരു ഹിന്ദുത്വവാദം, ഹിന്ദുത്വ തീവ്രവാദം പറഞ്ഞ് നടക്കുന്ന രീതിയിലാണ് RSSന്റെ എല്ലാ കളികളും. അത് അമേരിക്കയിൽ വളരെ ശക്തമായിട്ടുണ്ട്. അമേരിക്കയിൽ ഇത് RSS എന്നുള്ള പേര് മാറ്റിയിട്ട് അവരുടെ പോഷക സംഘടന പോലത്തെ HSS എന്ന പേരിലാണ് ഇവർ അറിയപ്പെടുന്നത്. അത് ഹിന്ദുത്വ സ്വയം സേവക സംഘം, ഹിന്ദു സ്വയം സേവക സംഘം. ഇത് 1989 അമേരിക്കയിൽ ഇത് ഉണ്ടായിട്ടുള്ളത്. അതിനുശേഷം അവിടെ ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മുടെ ഇവിടുത്തെ കുണ്ടനടി ശാഖന്റെ പേര് പറയാറില്ല, അതുപോലത്തെ ശാഖകൾ ഒരുപാട് അമേരിക്കയിലുണ്ട്. ഒരുപാട് 10-200 മേലെ ശാഖകൾ അമേരിക്കയുടെ പല ഭാഗത്തും ഇവന്മാർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ശാഖയിൽ എന്താണ് പരിപാടി എന്നറിയില്ല. ഇവിടുത്തെ ശാഖയിലെ പരിപാടി നമുക്കറിയാം. അമേരിക്കയിലെ ശാഖകളിൽ ഇനി അതിനേക്കാൾ വലിയ പരിപാടികൾ ഉണ്ടോ എന്നറിയില്ല. ഇവരുടെ മീറ്റിങ്ങുകൾ ഉണ്ടാവാറുണ്ട്, ഇവരുടെ പ്രോഗ്രാമുകൾ ഉണ്ടാവാറുണ്ട്. അമേരിക്കയിലെ പല അമ്പലങ്ങളുടെ നടത്തിപ്പ് ഈ HSS എന്ന് പറഞ്ഞിട്ടുള്ള സംഘടനയാണ്. ഇവരുടെ വലിയ ഫണ്ട് പിരിവുണ്ടാവാറുണ്ട്. ഇപ്പൊ ഇന്ത്യയിൽ തന്നെ പല കാര്യങ്ങൾക്ക് RSSന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ഫണ്ട് വരുന്ന ഒരു രാജ്യമാണ് അമേരിക്ക. അതായത് ഇവർ ത്രൂ അല്ലെങ്കിൽ അവിടുത്തെ ഹിന്ദുത്വം വളർത്താൻ വേണ്ടിയിട്ട് അവിടെ ഒരു ഹിന്ദു രാഷ്ട്രമാക്കണം എന്നുള്ള ചിന്തയോടുകൂടി അവിടെ തുടങ്ങിയിട്ടുള്ളതാണ്, അമേരിക്കയിൽ തുടങ്ങിയിട്ടുള്ളതാണ്. ഇത് തുടങ്ങിയപ്പോൾ തന്നെ അവിടുത്തെ തീവ്ര എന്താ പറയുക ക്രിസ്തീയ പക്ഷപാതികൾ ഇതൊക്കെ നോട്ട് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല അവരുടെ ആളുകൾ ഇന്ത്യയിലുണ്ട്. അതായത് ഇന്ത്യയിൽ ഇപ്പം അടുത്തടുത്ത് നടന്നുകൊണ്ടിരിക്കുന്ന മുസ്ലിങ്ങൾക്ക് നേരെ മാത്രമായിരുന്നു ഒരു കാലത്ത്, അത് മാറി ഇവിടുത്തെ ക്രിസ്ത്യാനികൾക്ക് മേലെയും പള്ളി അച്ഛന്മാരെ അല്ലെങ്കിൽ കന്യാസ്ത്രീകളെ പിടിക്കുന്നതും അവരടിക്കുന്നതും ഇടിക്കുന്നതുമായിട്ടുള്ള ന്യൂസുകൾ നമ്മളെന്നും കാണുന്നുണ്ട്. പള്ളികളിൽ കയറി പൊളിച്ച് അവിടെ ജയശ്രീരാം വിളിക്കുന്നതും അവിടെ കാവിക്കോണകം കിട്ടുന്നതും നമ്മൾ കാണുന്നുണ്ട്. പള്ളിയുടെ ചാപ്പലിൻ്റെ ഉള്ളിൽ കയറിയിട്ട് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഒരു ക്രിസ്മസ് പ്രോഗ്രാം, ക്രിസ്മസിന്റെ മാസ് പുറത്ത് നടക്കുമ്പോൾ പുറത്ത് വന്നിട്ട് ഈ ബജ്രംഗദൾ എന്ന് പറഞ്ഞ കൂട്ടര് ഒരു വാണ പരിപാടികൾ നടത്താറുണ്ട്. അതായത് ഹനുമാൻ ചാലിസി അതും ഇതും പറഞ്ഞിട്ടുള്ള എല്ലാ പരിപാടികളും ഇവന്മാർ കാണിക്കാറുണ്ട്. അപ്പോൾ ഇതൊക്കെ നോട്ട് ചെയ്തുകൊണ്ട് അമേരിക്കയുടെ ആളുകൾ ഇവിടെ ഉണ്ട്. ഇതൊക്കെ കറക്റ്റായിട്ട് അവിടെ പറഞ്ഞു കൊടുക്കുക. ഇതാണ് ഇവിടുത്തെ അവസ്ഥ, ഇന്ത്യയിലെ ക്രിസ്ത്യാനികളുടെ അവസ്ഥ ഇതാണ്. നമ്മളൊരു അമേരിക്കൻ ക്രിസ്ത്യൻ രാജ്യം, നമ്മൾ ഇതൊക്കെ കണ്ടു നിൽക്കണ്ടേ? അവിടുത്തെ സകല സംഘിക്കൂട്ടങ്ങളും അമേരിക്കയിൽ വന്ന് നല്ല തിന്നും കൊഴുത്ത് ബാക്കി അവൻ്റെ എല്ലിലും കുത്തി ബാക്കിയുള്ള പൈസ അവൻ ഇന്ത്യയിലോട്ട് അയച്ചു കൊടുക്കുന്നുണ്ട് ഇവന്മാരുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട്. അതുകൊണ്ട് അതൊക്കെ ഒന്ന് നോക്കണം, കാണണം. ഇവന്മാരെ ഇവിടുന്ന് തൂക്കിയെടുത്ത് എറിയണം എന്നുള്ള ചിന്ത നല്ല രീതിയിൽ അമേരിക്കക്കാർക്ക് ഇപ്പോൾ വന്നിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം നമുക്കറിയാം അമേരിക്കയിലെ പല ഹനുമാൻ പ്രതിമകൾ വരെ അവിടുന്ന് പൊളിച്ചെടുത്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടൊക്കെ പറഞ്ഞത്. അതുപോലെ തന്നെ ഹിന്ദുക്കൾ അവിടെ പൊളിച്ച് കഴിഞ്ഞാൽ ഹിന്ദുക്കളുടെ വിഗ്രഹങ്ങൾ അല്ലെങ്കിൽ വിഗ്രഹാരാധന ഇവിടെ പറ്റില്ല, എടുത്തോണ്ട് പൊക്കോളണം എന്ന് അമേരിക്കക്കാർ പറയാനുള്ള കാരണം ഇവന്മാർ അവിടെ കാണിച്ചു കൂട്ടുന്ന ചെറ്റത്തരങ്ങൾ കാരണം തന്നെയാണ്. അത് മാത്രമല്ല അവന്മാർ ഇവിടെ വന്നിട്ട് ഇവിടെ മുസ്ലിം ഇന്ത്യൻ ക്രിസ്ത്യൻ്റെയും തലയിലിട്ട് കയറുന്നവന്മാർ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങൾ ഈ പറഞ്ഞ അമേരിക്കയിലെ ആളുകളൊക്കെ ഫെഡറൽ സിസ്റ്റങ്ങളും സംവിധാനങ്ങളും വ്യക്തമായിട്ട് നോക്കി വെക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പം ഇത്തരത്തിലൊരു തീരുമാനത്തിലോട്ട് എത്തണം എന്ന് ഈ ഒരു സംഘടന അവിടെ പറയാനുള്ള ഒരു മെയിൻ കാരണം. ഇനി RSSന് ഇതെന്താണ് പ്രശ്നം വരുന്നത്? ഈ HSS എന്ന് പറഞ്ഞിട്ടുള്ള അവർക്ക് ഏകദേശം 1000 കോടിയുടെ മേലെ പൈസ അങ്ങോട്ട് അയച്ചു കൊടുക്കുന്ന അല്ലെങ്കിൽ ഇയർലി അത്രയും രൂപ കളക്ട് ചെയ്തിട്ട് ഫണ്ട് ഇങ്ങോട്ട് എത്തിച്ചു കൊടുക്കുന്ന ഒരു ഇവരുടെ പോഷക സംഘടന തന്നെയാണ്. അവിടെ ഹിന്ദുത്വം വളർത്തണം, കൂട്ടത്തിൽ പൈസ മുക്കണം. ഈ രണ്ട് പരിപാടികൾ ഉള്ളതുകൊണ്ട് തന്നെ ഈ സംഘടന അവിടെ നിരോധിച്ചു കഴിഞ്ഞാൽ അവരുടെ അക്കൗണ്ടുകൾ നിരോധിക്കും. ഈ പറഞ്ഞ ആളുകൾക്ക്, ഇതിൽപ്പെട്ട ആളുകൾക്ക് അമേരിക്കയിലോട്ടുള്ള എൻട്രി വരെ ഇല്ലാണ്ടാവും, അല്ലെങ്കിൽ അവിടെയുള്ള ആളുകളെ പിടിച്ച് ഇങ്ങോട്ട് തള്ളും. അങ്ങനെ അവരുടെ അക്കൗണ്ട് ഫ്രീസ് ആവും, ഫണ്ട് ഫ്രീസ് ആവും. ഇങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതുമാത്രമല്ല ഇവിടുന്ന് ഈ ഹിന്ദുത്വ പരിപാടികൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ RSSന്റെ പരിപാടികൾക്ക് വേണ്ടിയിട്ട് അങ്ങോട്ട് യാത്ര ചെയ്യുന്ന ഒരുത്തനും ഇനി അങ്ങോട്ട് ഒരു എൻട്രി ഉണ്ടാവുന്ന ഇല്ലാത്തൊരവസ്ഥയിലോട്ടാണ് ഇത് കൊണ്ടെത്തിക്കുക. ഇതിൻ്റെ ബാൻ കംപ്ലീറ്റ്ലി നിയമത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ. അപ്പം നമ്മുടെ നാട്ടിൽ നമ്മൾ വിചാരിക്കും ഇവന്മാരെന്താ കാണിക്കുന്നത്, അല്ലെങ്കിൽ ഇവന്മാരെന്താ ഇപ്പം സത്യം ഇപ്പം മോദി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ, മോദി ഒരു പ്രോഗ്രാമിന് പോയി കഴിഞ്ഞാൽ ആ പ്രോഗ്രാമിന് അവിടെ വേണ്ടിയിട്ട് ഫണ്ട് ചിലവാക്കുന്ന ആരാണ്? ഒന്ന് നമ്മുടെ പോക്കറ്റ്, നമ്മുടെ ഇന്ത്യൻ നമ്മൾ ഡിപ്ലോമാറ്റിക് വേയിൽ പോവുകയാണെങ്കിൽ നമ്മുടെ പൈസ കുറേ പോകും. അതല്ലാണ്ട് അവിടുത്തെ ഒരുപാട് പ്രോഗ്രാമുകളിൽ മോദി പോയി പങ്കെടുക്കാറുണ്ട് അല്ലേ? ഹൗഡി മോഡി, മറ്റേ മോഡി, മറിച്ചേ മോഡി ഒക്കെ പണ്ടായിരുന്നു. ഇപ്പം ഞാൻ വിളിക്കൊന്നുമില്ല. ഇപ്പം അങ്ങോട്ട് നമ്മൾ കത്ത് എഴുതി ട്രംപിൻ്റെ കാല് പിടിച്ചാലൊക്കെ ചിലപ്പോൾ ട്രംപ് സമ്മതിക്കുള്ളൂ. പക്ഷേ ഇങ്ങനത്തെ പോണ പരിപാടിക്ക് ബാക്കി ചിലവുകളും കാര്യങ്ങളും, പിന്നെ ഇവിടുന്ന് കുറേ നടിമാരെ കൊണ്ടുപോയി അവിടെ നിർത്താറുണ്ട്, അല്ലെങ്കിൽ അവിടുന്ന് കുറേ നടിമാരെ സെറ്റ് ചെയ്യാറുണ്ട്. മോദി വരുമ്പോൾ കരയണം, കാല് പിടിക്കണം, ഉമ്മ കൊടുക്കണം, ദൈവമായി കാണണം, വിശ്വഗുരു ചക്കക്കുരു എന്ന് പറയുന്നതൊക്കെ പറഞ്ഞു. അപ്പം ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഫണ്ട് പിരിക്കുന്നതും കൊടുക്കുന്നതും ഈ പറഞ്ഞ HSS അതായത് RSSന്റെ HSS ആയിരുന്നു. ഇവർക്ക് പൂട്ട് വീണ് കഴിഞ്ഞാൽ ആ പരിപാടികളൊക്കെ കണ്ടു നിൽക്കും. അതുപോലെ തന്നെ ഇന്ത്യയുടെ എന്താ പറയുക വിദേശ ഇൻ്റലിജൻസ് ആയിട്ടുള്ള RAWനെ വരെ ഇനി എന്താ പറയുക ബാൻ ചെയ്യണം എന്നാണ് അവർ പറഞ്ഞത്. അത്തരത്തിലുള്ള അമേരിക്കൻ ഇൻ്റലിജൻസുമായിട്ടുള്ള കുറേ കാര്യങ്ങളുമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇതിലുണ്ട്. അതുകൊണ്ട് ഇന്ത്യൻ്റെ RAWനെ ഇങ്ങോട്ട് കൊണ്ടുവരരുത്, അല്ലെങ്കിൽ അമേരിക്കയിൽ അത് ബാൻ ചെയ്യണം. ആ പേരും പറഞ്ഞിട്ട് ഒരു ഉദ്യോഗസ്ഥരും ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലോട്ട് വരാൻ പാടില്ല എന്നുള്ള ഒരുപാട് കാര്യങ്ങളും കൂടെ അവർ അവരുടെ ഈ റിപ്പോർട്ടിൽ അവർ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ പ്രസിഡന്റ് ട്രംപ് ഈ പറഞ്ഞ ശുപാർശ അംഗീകരിക്കുമോ എന്നുള്ളതാണ് ഏറ്റവും വലിയ ചോദ്യം. ഇപ്പോഴത്തെ ഒരു നില വെച്ചിട്ട് അംഗീകരിക്കാനുള്ള ചാൻസസ് വളരെ ഹൈ ആണ്. കാരണം
ഇന്ത്യയുടെ ഡിപ്ലോമസി തകർന്നിരിക്കുകയാണ് നമുക്കറിയാം അല്ലേ. അമേരിക്കയുടെ ഡിപ്ലോമസി കുത്തിയിരിക്കുന്ന വല്ലാത്തൊരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. ഇനി അത് മാത്രമല്ല, അതിൻ്റെ കൂട്ടത്തിൽ ഈ പറഞ്ഞ അമേരിക്കൻ അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾക്ക് വരെ നേരിടുന്ന ബുദ്ധിമുട്ടുകളും മതത്തിൻ്റെ പേരിൽ ഇവിടെ കൂടുന്ന അടിപിടി വെടി പരിപാടികളൊക്കെ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്നത് ഈ RSSകാരാണ് എന്നുള്ള പൂർണ്ണ ബോധ്യം ഇപ്പോൾ അമേരിക്കക്കാർക്കും ബാക്കിയുള്ള ലോകരാജ്യങ്ങൾക്കും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു പൂട്ട് വീഴാനുള്ള ചാൻസസ് വളരെ ഹൈ ആയിട്ടാണ് ഇപ്പോൾ ആളുകൾ കാണുന്നത്. അപ്പോൾ ഇതാണ് ഈ RSSന് ബാൻ കിട്ടി അമേരിക്കയിൽ എന്ന് പറഞ്ഞ വാർത്തയുടെ ഒരു ചുരുക്കം. ഇത് വലിയ ഇലാബറേറ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ചുരുക്കമായിട്ട് പറയാനുള്ളത്.